കടന്ന് US യുദ്ധക്കപ്പലുകൾ. കൊമ്പുകോർത്ത് US ഇറാൻ സൈനികർ. ശനിയാഴ്ച ഇസ്ലാമാബാദിൽ അമേരിക്കയുടെയും ഇറാന്റെയും ഉന്നത പ്രതിനിധികൾ നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെ ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ വൻ കൊമ്പുകോർക്കൽ നടന്നു. തർക്കം നിലനിൽക്കുന്ന ജലപാതയിലൂടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടന്നുപോയതാണ് ഇറാനിയൻ സേനയെ പ്രകോപിപ്പിച്ചത്. ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പ്രകാരം 2 US നേവി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ഈ തന്ത്രപ്രധാന പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചപ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ശക്തമായി തടഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ഒരു സിവിലിയൻ കപ്പൽ ഈ റേഡിയോ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അവസാന മുന്നറിയിപ്പാണെന്നാണ് ഇറാൻ അമേരിക്കൻ കപ്പലിനെ അറിയിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാണ് കപ്പൽ കടന്നു പോകുന്നത്. നിങ്ങളെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ചർച്ചകളുടെ നിയമങ്ങൾ പാലിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു അമേരിക്കൻ കപ്പലിന്റെ മറുപടി. യുദ്ധം ആരംഭിച്ച് 6 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായാണ് അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഈ പാത അടച്ചിട്ടതായിരുന്നു. സാധാരണയായി ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഇറാന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന നിബന്ധനയുണ്ടെങ്കിലും ഈ രഹസ്യ നീക്കത്തെക്കുറിച്ച് ഇറാനെ അറിയിച്ചിരുന്നില്ലെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിലെ അസംസ്കൃത എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ഈ പാത തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഹോർമുസ് കടലിടുക്ക് വൃത്തിയാക്കൽ തുടങ്ങിയതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കൻ കപ്പലുകൾ അവിടെ എത്തിയത്. USS ഫ്രാങ്കി പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നീ 2 പടക്കപ്പലുകൾ ഹോർമുസ് പാത വീണ്ടും വാണിജ്യത്തിനായി തുറക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഇറാൻ സ്ഥാപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യാൻ അണ്ടർ വാട്ടർ ഡ്രോണുകൾ വിന്യസിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം അമേരിക്ക അംഗീകരിക്കുന്നില്ലെന്നതിന്റെ സൂചനയാണ് ദൗത്യമെന്ന് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ കടലിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവ എവിടെയൊക്കെയാണെന്ന കൃത്യമായ വിവരം ഇറാന് തന്നെ നഷ്ടപ്പെട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശാസ്ത്രീയമായ രീതിയിൽ അല്ലാതെ തോന്നിയതുപോലെ മൈനുകൾ വിതറിയതിനാൽ അവ കണ്ടെത്താൻ ഇറാൻ പ്രയാസപ്പെടുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ അമേരിക്കയുടെ അവകാശവാദങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ നിഷേധിച്ചു. ഇസ്ലാമാബാദിലെ ചർച്ചകൾക്കനുസൃതമാണ് തങ്ങൾ പ്രതികരിച്ചതെന്നും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകൾ തങ്ങളുടെ ഭീഷണിയെ തുടർന്ന് തിരിച്ചുപോയെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. നിലവിൽ ഈ പാതയിലൂടെ കടന്നുപോകാൻ ഒരു കപ്പലിന് $20 ലക്ഷം ടോൾ നൽകണമെന്ന വിചിത്രമായ വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടെ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇറാൻ പാലിക്കാൻ തയ്യാറാകാതിരുന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.